ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ. പട്ടാമ്പിയിലെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തു. നഗരസഭാ ചെയർമാൻ ടി പി ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. പട്ടാമ്പി നഗരസഭയിലെ ഗതാഗത പരിഷ്കരണവും റോഡ് നവീകരണവും ചർച്ച ചെയ്യാനായാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. നഗരസഭാ ചെയർമാൻ ടി പി ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരത്തിലെ ഡ്രെയിനേജ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും മലിനജലം ഡ്രെയിനേജിലേക്ക് ഒഴുക്കുന്ന കടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും യോഗം തീരുമാനിച്ചു. നിള IPT റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തകരാറിലായ കുടിവെള്ള പൈപ്പുകൾ അടിയന്തരമായി നന്നാക്കുവാനും ടൗൺ മേഖലയിലെ PVC പൈപ്പുകൾക്ക് പകരം GI പൈപ്പുകൾ ഉപയോഗിക്കുവാനും വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ബസ് സ്റ്റോപ്പ് നിർമ്മാണം വേഗത്തിലാക്കും. മേലെപ്പട്ടാമ്പി പഴയ മാർക്കറ്റ് റോഡ് ജംഗ്ഷനിലെ ഇലക്ട്രിക് പോസ്റ്റ് ഉടൻ മാറ്റി സ്ഥാപിക്കും. പുതിയ ടാക്സി സ്റ്റാൻഡ് നിർമ്മാണത്തിനായി സ്ഥലം പരിശോധിക്കും. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതിനെതിരെയും നഗരസഭാ ചെയർമാൻ യോഗത്തിൽ വിമർശിച്ചു. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മോഴിക്കുന്നം, സഫ നിസാർ, കെ സഫീദ, പി ഷാഹുൽ ഹമീദ്, ടി പി ഉസ്മാൻ, സി സംഗീത, പി വിജയകുമാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് പറയേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതീവ ഒരു ഗുരുതര സാഹചര്യമാണ് ഇന്ന് പട്ടാമ്പി നഗരത്തിൽ നൽകുന്നത്. നിള IPT റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി നഗരത്തിൽ അഴുക്കുചാലുകൾ പാതി വഴിയിലാണ് പല സ്ഥലങ്ങളിലുള്ളത്. പല സ്ഥലങ്ങളും റോഡ് നവീകരണം പൂർത്തീകരിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും പൈപ്പിടൽ പ്രവൃത്തി പൂർത്തീകരിക്കാത്തത്. പല ഭാഗങ്ങളിലും പൈപ്പിടൽ കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ആ പുതിയ പൈപ്പ് വഴി കുടിവെള്ള വിതരണം നടത്താൻ നഗരസഭയ്ക്ക് സാധിച്ചു. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരുടെ ഏകോപനത്തിന്റെ ഒരു പോരായ്മ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ കഴിഞ്ഞ താലൂക്ക് യോഗത്തിലൊക്കെ അത് സൂചിപ്പിച്ചതാണ്. കാരണം കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈന് നമ്മളോട് അറിയിച്ചതനുസരിച്ച് 1.5 മീറ്റർ താഴ്ച, ഡ്രെയിനേജിന്റെ താഴ്ച എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ താഴ്ചയാണ് പറഞ്ഞത്. പക്ഷെ പല സ്ഥലങ്ങളിലും ഡ്രെയിനേജിന് തീർന്ന സമയത്ത് പൈപ്പ് പൊട്ടുന്ന ഒരവസ്ഥയിൽ ഒരുപാട് ദിവസം കുടിവെള്ളം മുടങ്ങുന്ന ഒരവസ്ഥയിൽ പട്ടാമ്പി നഗരത്തിലുണ്ട്. അതിന്റെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് ഓരോ പ്രദേശത്തെയും